ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോപ്പാണ്. സോപ്പിൻ്റെ പേര് ഗ്ലോ ഓക്സി ഗ്ലൂട്ട എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഒരു സോപ്പാണ്. ഗ്ലൂട്ടാത്തയോൺ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതായത് സ്കിന്നിൻ്റെ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എലമെൻറ്റാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതുപോലെ ഇതിനകത്ത് ഹാർഷ് കെമിക്കൽസ് ഒന്നുമില്ല, പാരബൻസും സൾഫേറ്റ്സ് പോലുള്ള ഹാർഷ് കെമിക്കൽസ് ഒന്നുമില്ല. അതൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആൽമണ്ട് ഓയിൽ, കൊക്കോ ബട്ടർ, അലോവേര, ഒലിവ് ഓയിൽ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു സോപ്പ് കൂടിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഇയേഴ്സ് എബോ ആയിട്ടുള്ള അഡൾട്ട്സ് എല്ലാവർക്കും യൂസ് ചെയ്യാം. പ്രായഭേദമന്യേ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ അണീവൻ സ്കിൻ ടോൺ ഉള്ളവർ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ നോർമൽ സോപ്പിന് റിപ്ലേസ് ചെയ്തിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്ന് സോപ്പ് ഇടുന്നത് പോലെ നന്നായിട്ട് പതപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം കഴുകിക്കളയുക. നമുക്ക് കുറച്ച് നാളുകളുടെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട്, വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പെട്ടെന്നൊരു മാജിക് പോലെ റിസൾട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, മണിവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളും അതുപോലെ തന്നെ നല്ലപോലെ അലർജി ഉള്ളവർ, ഇപ്പോൾ എന്ത് പുരട്ടിയാലും അലർജിക് ആയിട്ടുള്ള സ്കിന്നുള്ളവർ, അതുപോലെ തന്നെ എന്താ പറയുക, നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരും ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അവരുടെ സ്കിൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ചിൽഡ്രൻ, അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തായാലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അവരുടെ സ്കിന്ന് ഒത്തിരി ഡെലിക്കേറ്റ് ആണ്. ബാക്കിയുള്ള 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.